ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 സെപ്റ്റംബർ മാസ ഫലമാണ്. സെപ്റ്റംബർ മാസത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയാണ് വിചിന്തനം ചെയ്യുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ മുമ്പോട്ട് പോകുവാനായിട്ട്, അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കുവാൻ, നഷ്ടങ്ങളൊന്നും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയായിരിക്കും. ഓരോ വ്യക്തികളിലും ഗ്രഹങ്ങളുടെ ഗോചരാലുള്ള സ്വാധീനം വളരെയധികം സ്വാധീനിക്കാറുണ്ട്. പ്രധാനമായിട്ട് കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല ഗുരു ഉപദേശവും മാതാപിതാക്കളുടെ നിർദ്ദേശവും ജീവിത പങ്കാളിയുമായിട്ടും നല്ല സുഹൃത്തുക്കളുമായും കൂടി ആലോചിക്കുന്നതും ദോഷങ്ങളെ ഇല്ലാതെയാക്കി നല്ല തീരുമാനമെടുക്കാനും പ്രവർത്തിക്കുവാനും ഒക്കെ സാധിക്കും. വലിയ നഷ്ടങ്ങൾ അതുമൂലം ഒഴിവാക്കാവുന്നതുമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 12-ാമിടത്ത് സ്ഥിതി ചെയ്യും. സ്ഥാനഭ്രംശസ്ഥാനമാണ്. അത് തൊഴിൽ സ്ഥാനാധിപനാണ്. അതുപോലെ തന്നെ നിവൃത്തി സ്ഥാനത്തിന്റെ ആധിപത്യവും കൂടിയുണ്ട്. ആയതിനാൽ തൊഴിൽപരമായിട്ട് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും നേട്ടങ്ങളും വന്നിച്ചേരും. പ്രവർത്തികാരകൻ കൂടിയായിരിക്കുന്ന ആ ചൊവ്വ ഉപജയസ്ഥാനാധിപത്യം, 5-ാം ഭാവാധിപത്യവും അതുപോലെ തന്നെ 11-ാം ഭാവാധിപത്യവും ഉള്ള ആ ചൊവ്വ പൂർണ്ണമായിട്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ശനി, കണ്ടകശനിയൊക്കെ ഉണ്ട് എങ്കിലും അലസതയൊക്കെ വെടിഞ്ഞു പ്രവർത്തിച്ചാൽ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുക, അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ചെറിയ ചെറിയ കടകൾ നടത്തുന്നവരായാലും, വലിയ വലിയ ഡീലർഷിപ്പ് ഉള്ളവര്, വിതരണക്കാർ, അതുപോലെ തന്നെ ഏജൻസികൾ നടത്തുന്നവര്, അവർക്കൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസം. വ്യാപാര വിപണന രംഗങ്ങളിലും ഉൽപാദിത മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുവാൻ യോഗമുണ്ട്. ഭാഗ്യമുണ്ട്, ദൈവാധീനമുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും ചെയ്യാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരാണേലും ചോദിക്കും, ഞങ്ങൾ എന്താണ് ഭരിക്കാനിരിക്കുന്നത്? ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരവർക്ക് ചെയ്യുന്ന വലിയ വലിയ ബിസിനസ്സുകളായാലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും, ഔദ്യോഗിക രംഗത്ത് ഉന്നത പദവിയിലിരിക്കുന്നവരായാലും അവരവർ നോക്കി നടത്തുന്ന കാര്യങ്ങൾ അത് വളരെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ടൊക്കെ സാധിക്കും. ഈ നക്ഷത്രക്കാര് ഈ മാസം എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിൽ വരികയും സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടാകുന്ന മാസമാണ്. എന്നിരുന്നാലും ആ 2-ാം ഭാവത്ത്, തന്നാൽ ഭരിക്കപ്പെടുന്ന ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കേതു എന്ന് പറയുന്ന പാപഗ്രഹവും ആദിത്യൻ എന്ന് പറയുന്ന ആഗ്നേയ ഗ്രഹവും സ്ഥിതി ചെയ്യുന്നതിനാൽ ദേഷ്യം വർദ്ധിക്കുന്നതിനും മിത്രങ്ങൾ ശത്രുക്കളാകുന്നതിനും സൂചനയുണ്ട്. അത് കുടുംബാംഗങ്ങളായാലും ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളായാലും മേലധികാരികളിൽ നിന്നുമൊക്കെ അപ്രീതി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ധൈര്യത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്ന ഭാവത്തിൽ പ്രവർത്തികാരകനായിരിക്കുന്ന ആ ചൊവ്വ, സൈന്യാധിപനായ ചൊവ്വ സ്ഥിതി ചെയ്യുമ്പോൾ പലവിധത്തിലും ഉള്ള ക്ലേശങ്ങൾ അതിയ സാഹസികത മൂലം വന്നിച്ചേരാം. സംസാരം കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും അസംഭവ്യമായ കാര്യങ്ങളുടെ തീരുമാനമെടുക്കുകയും അധികമായ ആത്മവിശ്വാസവും ഒക്കെ ആപത്തിൽ കൊണ്ടുപോയി ചാടിക്കാതെ വളരെയധികം ശ്രദ്ധിക്കണം. ചൊവ്വ ധൈര്യത്തെയും വീര്യത്തെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണല്ലോ. സഹോദരന്മാരിൽ നിന്നും സുഹൃത്തുക്കൾ മുഖാന്തരവും ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും ക്ലേശങ്ങൾ, മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്ക് പൊതുവെ നന്നായിരിക്കും. മാതാപിതാക്കളും അതുപോലെ തന്നെ മാതൃ കുടുംബവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉള്ള സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനും
പൊതുവെ ഉയർച്ചകൾ മാതാവിനും ഒക്കെ വന്നു ചേരുന്നതിനും യോഗമുണ്ട് ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതായത് വിദ്യാഭാവത്തിന്റെ അധിപന്റെ സ്ഥിതി അനുസരിച്ചും വിദ്യാകാരകനായിരിക്കുന്ന ബുധന്റെ സ്ഥിതി അനുസരിച്ചും ഒക്കെ നല്ല ദൈവാധീനമുള്ള ഒരു മാസം. അധിക കടങ്ങളൊന്നും സൂചകമല്ല. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ വിജയങ്ങൾ വരും. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമാണ്. അധിക ബാധ്യത വരത്തക്ക രീതിയിലുള്ള കടങ്ങൾ ഏറ്റെടുക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ്. സാമ്പത്തികം ഇടപാട് നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും സ്വന്തമായിട്ട് ധന ഇടപാടുകൾ ചെയ്യുന്നവരായാലും വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും കാര്യത്തിൽ ആവശ്യമാണ്. മറ്റൊരു കാര്യം മിലിറ്ററി ഓഫീസേഴ്സ് ആണ്. അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ്, സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരായാലും വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ്. അതായത് അധികമായ സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ, പൊക്കത്തിലൊക്കെ കയറുമ്പോൾ, അങ്ങനെയൊക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ വളരെ ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് ജലവുമായി ബന്ധപ്പെട്ട് ജലത്തിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ സെക്യൂരിറ്റി വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും. അപ്പോൾ അവരവരുടെ സ്വന്തം കാര്യം നോക്കാതെ ഡ്യൂട്ടിയിൽ ഉത്തരവാദിത്ത നിർവഹണത്തിനിടയ്ക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നും വരാതിരിക്കുവാനാണ് ഈ പറഞ്ഞത്. വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ അധ്യാപകര്, അവർക്കൊക്കെ ആവശ്യമാണ്. ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവർ, ആ സമയത്തെ യാത്രകളൊക്കെ ഉറക്കഴിച്ചൊക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. സാഹസികമായ രീതിയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വളരെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. വാഹന സംബന്ധമായിട്ടൊക്കെ കുറച്ച് പുരോഗതിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ കെട്ടിട നിർമ്മാണവുമായിട്ടോ അല്ലെങ്കിൽ വസ്ത്ര നിർമ്മാണവും വ്യാപാരവും വിപണനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും. കുടുംബത്തെ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അഭിവൃദ്ധികൾ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. എല്ലാവർക്കും പുതുമയുള്ള സന്തോഷമുള്ള ഒരു മാസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.